ഈ അടുത്തിടെയായിട്ട് കാനഡയിലുള്ള ഒത്തിരി പേര് പറയുന്നൊരു കംപ്ലയിൻ്റാണ്, ഒരു ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്താൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഒരു തീരുമാനമെടുക്കാൻ ചിലപ്പോൾ മാസങ്ങളോ വർഷങ്ങളോ ഒക്കെ എടുക്കുന്നു എന്നുള്ളത്. ഈവൻ നമുക്ക് ഇവിടെ കാനഡയിലൊക്കെ സ്റ്റുഡൻറ്റ് വിസയിലൊക്കെ പഠിക്കാൻ വന്നിട്ടുള്ളവർക്ക് അവർ പഠനശേഷം ഒരു വർക്ക് പെർമിറ്റ് കിട്ടാനൊക്കെ ഏകദേശം ഒരു 6-8 മാസം കാത്തിരുന്ന ഒത്തിരി പേരുണ്ട്. ഇതിന് ഗവൺമെൻറ് ഒരു സൊല്യൂഷൻ കൊണ്ടുവന്നിരിക്കുകയാണ്. അതായത് എത്രയും പെട്ടെന്ന് ആപ്ലിക്കേഷൻ പ്രോസസ്സ് ചെയ്യാവുന്ന രീതിയിൽ ഒരു പുതിയ ബില്ല് ഗവൺമെൻറ് ഭാഗത്തുനിന്ന് പാസ്സായിരിക്കുകയാണ്. ആ ബില്ലിൻ്റെ പേരാണ് C12 എന്ന് പറഞ്ഞൊരു ബില്ല്. ഇത് കേൾക്കുമ്പോൾ പലർക്കും സന്തോഷം തോന്നുമെങ്കിലും ഇതിനകത്ത് വലിയൊരു കുഴപ്പമിരിപ്പുണ്ട്. ആ കുഴപ്പമെന്ന് വെച്ചാൽ ഇത്രയും നാൾ നമ്മളൊരു ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തിട്ട് ഈ പ്രോസസ്സിങ്, അതായത് എളുപ്പമാക്കുന്ന ഈ പ്രോസസ്സിങ്ങിൻ്റെ ഭാഗമായിട്ട് നിങ്ങളുടെ എൻ്റെ ആപ്ലിക്കേഷൻ ചിലപ്പോൾ അവർ ഒറ്റ രാത്രി കൊണ്ട് തന്നെ ഇല്ലാതാക്കാം. അതായത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ അവിടെ സബ്മിറ്റ് ചെയ്ത സമയത്ത് ഇപ്പോൾ പലപ്പോഴും നിങ്ങൾക്ക് കിട്ടുന്ന ഒരു അറിയിപ്പ് എന്ന് പറയുന്നത് ആ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, ചിലപ്പോൾ ഒരു 6 മാസമൊക്കെ വെയിറ്റ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞായിരിക്കും. എന്നാൽ ഈ പുതിയ ബില്ലിൻ്റെ ഭാഗമായിട്ട് നിങ്ങളൊരു ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു രാത്രി കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ നമ്മൾ ആപ്ലിക്കേഷൻ നോക്കുമ്പോൾ നമ്മുടെ ആപ്ലിക്കേഷനെ അവിടെ കാണത്തില്ല എന്നതാണ് ഈ പുതിയ ബില്ലിൻ്റെ ഒരു ഏറ്റവും വലിയൊരു സവിശേഷത. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും ഏറ്റവും കൂടുതൽ വിമർശിക്കുന്നൊരു കാര്യമാണ് കാനഡ ഗവൺമെൻറ് ഒരു ദീർഘവീക്ഷണം ഇല്ലാതാണ് പല കാര്യങ്ങളും ചെയ്യുന്നതെന്നുള്ളത്. ഉദാഹരണമായിട്ട് കാനഡയിൽ ഇഷ്ടംപോലെ സ്റ്റുഡൻറ്റ് വിസയിലൊക്കെ ആൾക്കാരെ ഇൻവൈറ്റ് ചെയ്യുകയൊക്കെ ചെയ്തപ്പോൾ ഇവിടുത്തെ മെഡിക്കൽ സിസ്റ്റത്തിനൊക്കെ താറുമാറുണ്ടാവുകയും മാത്രമല്ല ഇവിടെ ഒരു ഹൗസിംഗ് ക്രൈസിസ് ഉണ്ടാവുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അന്നേരം ഇവിടെയുള്ള ജനങ്ങൾ മുഴുവൻ പഴി പറഞ്ഞുകൊണ്ടിരുന്നത് ഇവിടുത്തെ ഗവൺമെൻറ് ഒരു ദീർഘവീക്ഷണം ഇല്ലാതാണ് കാര്യങ്ങളൊക്കെ നടത്തുന്നതെന്നുള്ളതാണ്. ഇതിനൊരു സൊല്യൂഷൻ എന്നുള്ള രീതിയിലാണ് ഗവൺമെൻറ് പുതിയൊരു ബില്ല് പാസ്സാക്കിയിരിക്കുന്നത്. അതായത് ബില്ല് C12 എന്ന് പറഞ്ഞൊരു ബില്ല് ഈ ഒക്ടോബർ 2025 ഗവൺമെൻറ് പാർലമെൻറ്റിൽ പാസ്സാക്കിയത്. അതിൽ ഗവൺമെൻറ് ആദ്യം തന്നെ പറയുന്നത് ഇഷ്ടംപോലെ ആപ്ലിക്കേഷൻസ്, അതായത് ഏകദേശം 8,000 ആപ്ലിക്കേഷൻസാണ് ഇപ്പം പെൻഡിങ് ആയിട്ടിരിക്കുന്ന പോലും. അങ്ങനത്തെയുള്ള ആപ്ലിക്കേഷൻസൊക്കെ സ്പീഡപ്പ് ചെയ്യാൻ വേണ്ടിയാണ് ഈ പുതിയ ബില്ല് കൊണ്ടുവന്നിരിക്കുന്നത് എന്നുള്ളതാണ്. എന്നാൽ ഗവൺമെൻറ്റിൻ്റെ ഈ ബില്ല് നമ്മൾ സൂക്ഷിച്ച് വായിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാകുന്ന കാര്യം, ഗവൺമെൻറ് അതായത് ഇപ്പോൾ ഭരിക്കുന്ന ഗവൺമെൻറ്റിന് ഏത് സമയത്ത് നമ്മുടെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തതിന് ശേഷം അവർക്ക് പുതിയതായിട്ടൊരു ഡിസിഷൻ എടുക്കാനുള്ളൊരു അതോറിറ്റി ഈ ബില്ലിൽ കൂടി കിട്ടിയിരിക്കുകയാണ്. നേരത്തെയൊക്കെ നമ്മളൊരു ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മളൊരു PR ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തു, ഗവൺമെൻറ് ഭാഗത്തു നിന്ന് ഇൻവിറ്റേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പോൾ ആ നിയമത്തിലൊക്കെ, അതായത് ഇനി PR കൊടുക്കുന്നില്ല എന്നൊക്കെ ഒരു പുതിയ റൂൾ വന്നാൽ പോലും അതൊന്നും ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത ഒരാളെയും ബാധിക്കാറില്ലായിരുന്നു. എന്നാൽ ഇപ്പോൾ പുതിയൊരു ബില്ലിൻ്റെ ഭാഗമായിട്ട് നമുക്കൊരു ഇൻവിറ്റേഷൻ കിട്ടിയാലും അല്ലെങ്കിൽ എന്തൊരു പ്രോസസ്സിങ് സ്റ്റേജ് ആണെങ്കിൽ പോലും ഗവൺമെൻറ് ആ സമയത്ത് ഡിസിഷൻ എടുക്കുകയാണ്, ഇനിയും പ്രോസസ്സിങ് മുന്നോട്ട് പോകണ്ട എന്നൊരു ഡിസിഷനാണ് ഗവൺമെൻറ് ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നതെങ്കിൽ ആ നിമിഷം തന്നെ നമ്മുടെ ആപ്ലിക്കേഷൻ നമ്മുടെ ആ ഗവൺമെൻറ് വെബ്സൈറ്റിൽ നിന്ന് അപ്രത്യക്ഷമാകുന്നതായിരിക്കും. ഗവൺമെൻറ് ഈ ബിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തതിൻ്റെ മെയിൻ കാര്യം തന്നെ ഇപ്പോൾ ബാക്ക്ലോഗിൻ്റെ പേരിൽ ഒത്തിരി പേര് കംപ്ലയിൻറ്റ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ്. അതായത് ഗവൺമെൻറ് ഭാഗത്തുനിന്ന് ഡിസിഷൻ എടുക്കാത്ത കാരണം അവർക്ക് ഫ്യൂച്ചറിൽ ഇവിടെ നിൽക്കണോ അതോ തിരിച്ച് നാട്ടിലേക്ക് പോകണോ എന്നൊക്കെയുള്ളൊരു ഭയങ്കര രീതിയിലുള്ള കംപ്ലയിൻറ്റ്സ് ഗവൺമെൻറ് മുന്നിൽ വന്നപ്പോൾ ആ കംപ്ലയിൻറ്റ് പറഞ്ഞവരൊക്കെ എത്രയും പെട്ടെന്ന് ആപ്ലിക്കേഷൻ അവർ പ്രോസസ്സ് ചെയ്യുകയും അതുവഴി PR കിട്ടുമൊക്കെ വിചാരിച്ചിട്ടായിരുന്നു ഗവൺമെൻറ്റിനോട് ഇങ്ങനെയൊക്കെയുള്ള രീതിയിൽ കംപ്ലയിൻറ്റ്സ് പറഞ്ഞത്. എന്നാൽ ഗവൺമെൻറ് അതിന് ബദലായിട്ട് അവർ ചെയ്തത്, ഓക്കെ ഇനിയും തൊട്ട് നിങ്ങൾ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുമ്പോൾ ഞങ്ങളുടെ ഭാഗത്തു നിന്ന് അങ്ങനെ ഒത്തിരിയധികം പെൻഡിങ് ആയിട്ടുള്ള ആപ്ലിക്കേഷനൊക്കെ ഉണ്ടെങ്കിൽ അത് മുഴുവൻ ആ വെബ്സൈറ്റിൽ നിന്ന് റിമൂവ് ചെയ്യാനുള്ളൊരു പുതിയ രീതിയിലുള്ളൊരു സൊല്യൂഷനാണ് ഗവൺമെൻറ് കൊണ്ടുവന്നത്. 2025 ഏപ്രിൽ ആയപ്പോഴത്തേക്ക് ഗവൺമെൻറ് ഏകദേശം 21 ലക്ഷം ആപ്ലിക്കേഷൻസ് ആയിരുന്നു അവരുടെ കയ്യിലുണ്ടായിരുന്നത്. അതിൽ തന്നെ ഏകദേശം 40% ആപ്ലിക്കേഷൻസ് ബാക്ക്ലോഗായിട്ട് കെട്ടിക്കിടക്കുകയും ചെയ്തിരുന്നു. ആ സമയം തൊട്ടാണ് ഗവൺമെൻറ് ഇതിനെല്ലാം ഒരു ബാക്ക്ലോഗിനുള്ള സൊല്യൂഷൻ എന്നുള്ള രീതിയിൽ പെട്ടെന്ന് ആപ്ലിക്കേഷൻ പ്രോസസ്സ് ചെയ്യണം എന്നൊക്കെ അവർ പ്രഖ്യാപിക്കുകയൊക്കെ ചെയ്തത്. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ഗവൺമെൻറ് ചെയ്തത് IRCC, അതായത് ഗവൺമെൻറ് ഓഫീഷ്യൽസായിട്ട് ഇമിഗ്രേഷനൊക്കെ പ്രോസസ്സ് ചെയ്യേണ്ട ആൾക്കാർ അവരെ കുറേ പേരെ പിരിച്ചുവിടുകയും ആൾക്കാരുടെ എണ്ണം കുറയ്ക്കുകയൊക്കെയാണ് ചെയ്തത്. അന്നേരം ആൾക്കാർ മുഴുവൻ സംശയിച്ചായിരുന്നു എന്തുകൊണ്ടാണ് ഇത്രയധികം ബാക്ക്ലോഗൊക്കെ ഉള്ള സമയത്ത് IRCCയിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാരെ തന്നെ അവർ പിരിച്ചുവിട്ടത്, ആ എണ്ണം കുറച്ചത് എന്നുള്ളത്. ഇപ്പോൾ അതിന് വ്യക്തമായിട്ടുള്ളൊരു ഉത്തരവാണ് ഇപ്പം കിട്ടിയിരിക്കുന്നത്. അതായത് ഒരു സെറ്റ് ഓഫ് ആപ്ലിക്കേഷൻസ്, അതായത് എന്തെങ്കിലും ഒരു പ്രോസസ്സിൻ്റെ ഭാഗമായിട്ടുള്ള സെറ്റ് ഓഫ് ആപ്ലിക്കേഷൻ നമ്മൾ സബ്മിറ്റ് ചെയ്യുമ്പോൾ അത് ചിലപ്പോൾ ഒരു 1 ലക്ഷം പേരോ അല്ലെങ്കിൽ 2 ലക്ഷം പേരോ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്കൊന്നും ഇനി ആ ആപ്ലിക്കേഷൻ മുന്നോട്ട് പോകണ്ട എന്നൊരു ഡിസിഷൻ വരാൻ വേണ്ടി ജസ്റ്റ് ഒരു ബട്ടൺ ഞെക്കിക്കഴിഞ്ഞാൽ ആ ആപ്ലിക്കേഷൻ മുഴുവൻ വെബ്സൈറ്റിൽ നിന്ന് അപ്രത്യക്ഷമാകുന്നൊരു രീതിയിലേക്കാണ് ഇപ്പം ഗവൺമെൻറ് കൊണ്ടുവന്നിരിക്കുന്നത്. ഇത്രയും നാളും ഉണ്ടായിരുന്ന ഏറ്റവും ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, ഇപ്പോൾ ഒരു സ്റ്റഡി പെർമിറ്റോ അല്ലെങ്കിൽ കാനഡയിൽ
നിൽക്കാനുള്ള കാലാവധി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എക്സ്റ്റൻഷനൊക്കെ അപ്ലൈ ചെയ്യാമായിരുന്നു. അങ്ങനെ എക്സ്റ്റൻഷൻ്റെ തീരുമാനം വരുന്നിടം വരെ നമുക്കിവിടെ കാനഡയിൽ തുടരാനും അതിനുശേഷം വേറെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളിലേക്ക് മൂവ് ചെയ്യാനൊക്കെ പറ്റുമായിരുന്നു. എന്നാൽ ഇപ്പം പുതിയ ബില്ല് വന്നത് മൂലം എക്സ്റ്റൻഷൻ നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് ഗവൺമെൻറ് തീരുമാനിക്കുകയാണ് ഇനിയും തൊട്ട് എക്സ്റ്റൻഷൻ ആർക്കും കൊടുക്കണ്ട എന്ന് പറയുമ്പോൾ ആ നിമിഷം തന്നെ നമ്മുടെ ആപ്ലിക്കേഷൻ അവിടെ നിന്ന് റിമൂവ് ആവുകയും തിരിച്ച് എത്രയും പെട്ടെന്ന് തന്നെ നാട്ടിലേക്ക് പോകാനുള്ള ഒരു സാഹചര്യം ഗവൺമെൻറ് ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിനു മുമ്പ് 2012 ഗവൺമെൻറ് ഭാഗത്തുനിന്ന് ഇങ്ങനൊരു നീക്കം ഉണ്ടായിട്ടുണ്ട്. അതായത് ഒരു രാത്രി കൊണ്ട് ഏകദേശം 2,80,000 ആപ്ലിക്കേഷൻസ് ആണ് അന്ന് ഇതുപോലെ തന്നെ IRCCയുടെ വെബ്സൈറ്റിൽ നിന്ന് ഗവൺമെൻറ്റിന് ഒരു പ്രത്യേക സാഹചര്യം മൂലം ആ ആപ്ലിക്കേഷൻസ് മുഴുവൻ റിമൂവ് ചെയ്യാം എന്നൊരു തീരുമാനം എടുക്കുകയും പിറ്റേഴ്സ് തന്നെ ആപ്ലിക്കേഷനെല്ലാം ആ വെബ്സൈറ്റിൽ നിന്ന് റിമൂവ് ആവുകയും ചെയ്തിട്ടുണ്ട്. 2012 ഒരു പ്രത്യേക സാഹചര്യം മൂലമാണ് അന്ന് ഗവൺമെൻറ് അങ്ങനെ ഒരു ഡിസിഷൻ എടുക്കാൻ കാര്യം. എന്നാൽ ഇന്ന് 2025 അങ്ങനത്തെ ഉള്ളൊരു ഡിസിഷൻ എടുക്കാനായിട്ട് ഒരു ബില്ല് തന്നെയാണ് ഇപ്പം പാസ്സായത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഒരു ആപ്ലിക്കേഷൻ ആ വെബ്സൈറ്റിൽ നിന്ന് ഡിസപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു രീതിയിലും ഗവൺമെൻറ്റിനോട് ചോദ്യം ചെയ്യാനോ നമ്മുടെ ആപ്ലിക്കേഷൻ ഒരിക്കൽ റിജക്ഷൻ വന്നതിൻ്റെ റീസൺ അവരോട് ചോദിക്കാനോ ഒന്നും പറ്റാത്ത അവസ്ഥയായി. ഈ ബില്ല് പാസ്സായതിനു ശേഷം ഏറ്റവും വലിയൊരു ഗുണം എന്ന് പറയുന്നത് ഡിലേ ഒഴിവായി കിട്ടുമെന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ അറിയാവുന്നതാണ് കാനഡയിൽ ഇപ്പോൾ ഒരു ഹെൽത്ത് കെയറിലൊക്കെ ഭയങ്കര രീതിയിലുള്ളൊരു ഷോർട്ടേജൊക്കെ ഉണ്ടെന്നുള്ളത്. അങ്ങനത്തെയുള്ള ഹെൽത്ത് കെയറിലൊക്കെ ആപ്ലിക്കേഷൻ ആരെങ്കിലും സബ്മിറ്റ് ചെയ്തിട്ട് ഒരു വർക്ക് പെർമിറ്റൊക്കെ എടുത്ത് കാനഡയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ ആപ്ലിക്കേഷൻ്റെ സ്പീഡ് കൂടുകയും അതിനുശേഷം കാനഡയിൽ വന്ന് അവർക്ക് പെട്ടെന്ന് തന്നെ ജോലിയിൽ പ്രവേശിക്കാനും മാത്രമല്ല കൺസ്ട്രക്ഷൻ മേഖലയിലൊക്കെ ഇഷ്ടംപോലെ ആൾക്കാർക്ക് ഇവിടെ പെട്ടെന്ന് തന്നെ വരാൻ സാധിക്കുകയും അങ്ങനത്തെ ഹൗസിംഗ് ക്രൈസിസൊക്കെ ഒരു പരിധി വരെ നിയന്ത്രിക്കാൻ സാധിക്കുകയും എന്നതാണ് ഇതിൻ്റെ മറ്റൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഈ ബില്ല് ഇനി ഏത് കാറ്റഗറിയിലുള്ള ആൾക്കാരെയാണ് അഫക്റ്റ് ചെയ്യാൻ പോകുന്നത് എന്ന് വരും ദിവസങ്ങൾ അറിയാൻ പോകുന്നതേ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നിടം വരെ ഇറ്റ്സ് മീ സൈനിങ് ഓഫ്. ബൈ.